എല്ലാവർക്കും സർവശക്തനായ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് തന്നെ അനുഗമിച്ച തൻ്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞ ഒരു വാക്യം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. തന്നെ അനുഗമിച്ച തൻ്റെ ശിഷ്യഗണങ്ങളോട് കർത്താവ് പറയുന്ന ഒരു തിരുവെഴുത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകം ഒരു ദൈവ പൈതലിന് യോഗ്യമല്ല. ഈ ലോകത്തിൽ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളും കഷ്ടതകളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെന്ന് വരാം. അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നാം ക്ഷീണിച്ചു പോകുവാനോ തളർന്നു പോകുവാനോ അല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ അനുഭവം നമുക്ക് വായിപ്പാനായിട്ടിടയായിത്തീരുന്നുണ്ട്. നമ്മോട് വായിക്കുന്നത്, അവൻ്റെ ജഡത്തിലൊരു ശൂലം അവനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അത് നീങ്ങിപ്പോകുവാനായിട്ട് ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ചു. ഒന്നല്ല, പലതവണ പ്രാർത്ഥിച്ചു. പക്ഷെ അവൻ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല പ്രത്യക്ഷത്തിൽ. പക്ഷെ കർത്താവിൻ്റെ അരുളപ്പാട് അവന് ലഭ്യമായത്, എൻ്റെ കൃപ നിനക്ക് മതി എന്നാണ്. അതേ പ്രിയമുള്ളവരെ, ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, ലോകത്തിൽ നമുക്ക് വേദനയുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടി രോഗം ശീലിച്ചവനും കഷ്ടത അനുഭവിച്ചവനും നമുക്ക് വേണ്ടി എല്ലാ നിന്ദയും സഹിച്ച നമ്മുടെ കർത്താവ് ജയാളിയായവനാണ്. നാം പിൻപറ്റുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ജയാളിയാകയാൽ അവനെ പിൻപറ്റുന്ന തൻ്റെ ഭക്തന്മാർക്കും ജയമുണ്ട്. എല്ലാ പ്രതിസന്ധിയിൽ നിന്നും വിടുതൽ കർത്താവ് നൽകുവാൻ ഇടയായിത്തീരും എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കഷ്ടതയെ ഓർത്ത്, വേദനയെ ഓർത്ത്, രോഗത്തെ ഓർത്ത് നാം ദുഃഖിക്കേണ്ടതില്ല. കാരണം ഈ ലോകത്തിൽ അതുണ്ട് എന്ന് തന്നെയാണ് കർത്താവ് നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത്. എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ. അപ്പോൾ കഷ്ടതയിൽ ധൈര്യം അനുഭവിക്കുക എന്നത് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം നാം വായിക്കുന്നു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതേ പ്രിയമുള്ളവരെ, കഷ്ടതയിലും നമ്മോട് കൂടെയിരിക്കുന്ന ആ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, എന്നെ കേൾക്കുന്നവർ കഷ്ടതയുടെ, രോഗത്തിൻ്റെ, ദുഃഖത്തിൻ്റെ അനുഭവത്തിലൂടെ ആകുന്നുവെങ്കിൽ അവർക്ക് ധൈര്യം കൊടുക്കണമേ, അവർക്ക് വിടുതൽ നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.